മംഗലാപുരത്ത് മദ്രസ അധ്യാപകൻ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വാർത്ത ഒരുപാട് ഇപ്പോൾ 2-3 ദിവസങ്ങളായി നമ്മളൊക്കെ വായിച്ചതാണ്, കേൾക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ അതിന് പല രീതിയിൽ അഭിപ്രായം പറയുന്നു. ആത്മഹത്യ ഹറാമാണ്, അതുപോലെ തന്നെ ഉസ്താദിൻ്റെ സാലറി കൂട്ടണം ഒരുപാട്. പിന്നെ ഒരാൾക്കാർ ചോദിക്കുന്നു ഉസ്താദിൻ്റെ സാലറി എന്തിനു കൂട്ടുന്നു, അവർക്ക് 2-3 മണിക്കൂർ മദ്രസ, പിന്നെ സമയമില്ലേ അവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാലോ. അങ്ങനെ ഒരുപാട് അഭിപ്രായം. അൻസാരി ഉസ്താദിൻ്റെ ക്ലിപ്സ് ഞാൻ കേട്ടു. അൻസാരി ഉസ്താദ് പറയാൻ കുറച്ചും കൂടുതൽ യോഗ്യത ഉള്ള ആൾക്കാർ, കാരണം ആ ഫീൽഡിൽ, ആ മേഖലയിൽ എല്ലാത്തിലും അറിവുള്ള എന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചത്, അദ്ദേഹം പറഞ്ഞത് മദ്രസ അധ്യാപകരുടെ വേതനം, സാലറി കൂട്ടണം എന്ന വിഷയം തന്നെ. ഈ ഉസ്താദിനെ സംബന്ധിച്ച് 12,000 ഉറുപ്പിയാണ് സാലറി ഉള്ളത്. ഇപ്പോൾ ഒരു വീട് നിർമ്മിക്കണം എന്ന് മനുഷ്യന്മാരുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിനും ഒരു ആഗ്രഹം വന്നു, ഒരു വീട് സ്വന്തമായിട്ട്. അപ്പൊ അതിന് അദ്ദേഹം ലോണിൽ കൈവച്ചു. വേണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു തെറ്റിലേക്ക് അയാൾ പെട്ടുപോയി. ഇപ്പോൾ ലോണൊക്കെ അടിച്ചിരുന്നു, 6 ലക്ഷം വരെ കെട്ടി. 2018 ലോൺ എടുത്ത്, ഇപ്പോൾ 2026 ആകുമ്പോഴത്തേക്കും എത്രയായി എന്ന് ചെക്ക് ചെയ്യുമ്പോൾ 6 ലക്ഷം പിന്നെ അങ്ങനെ കിടക്കുന്നുണ്ട്. 6 ലക്ഷം കെട്ടിയിട്ടും അതാണ് പലിശ എന്ന് പറയുന്നത്. പലിശയെ തൊടാൻ പാടില്ല എന്ന് അള്ളാഹു അത്ര കർശനമാക്കിയത് അത് ഈ ഉസ്താദിന്റെ കേസല്ല. ആരൊക്കെ പലിശയിൽ തൊട്ടോ, MK മുനീർ നമുക്കറിയാം, ഇതിൻ്റെ അടുക്ക് എത്ര വലിയ സാലറി ഉള്ള മന്ത്രിക്ക് പോലും ഒരു വീട് പുതുക്കി പണിയാൻ പോലും അദ്ദേഹത്തിന് പറ്റാതെ കടക്കാരനായി. കാരണം അദ്ദേഹം പലിശയിൽ കൈവച്ചു. 30 ലക്ഷത്തിന് കൂടുതൽ അദ്ദേഹത്തിന് കടമെന്നെങ്കിൽ ഈ ഉസ്താദിന് 6 ലക്ഷം വന്നാൽ അത്ഭുതപ്പെടാനില്ല. 12,000 രൂപ സാലറി ഉള്ള ഈ ഉസ്താദ് എങ്ങനെയാണ് 6 ലക്ഷം ലോൺ എങ്ങനെ വീട്? 12,000 സാലറി കൊണ്ട് വീട് നിർമ്മിക്കപ്പെട്ടു. സ്വന്തം കുടുംബത്തിന്റെ ചെലവിന് നോക്കാൻ പോലും ഈ 12,000 സാലറി കൊണ്ട് പറ്റില്ല. നമുക്ക് തന്നെ 1 ലക്ഷം സാലറി അല്ലെങ്കിൽ 50,000 സാലറി മേടിക്കുന്ന ആൾക്കാർക്ക് പോലും കടം ലോൺ എടുക്കാതെ വീട് പണിയാൻ പറ്റുന്നില്ല. ഈ 12,000 രൂപ സാലറിയിൽ എങ്ങനെ വീട്? അപ്പോൾ ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീടെന്ന സ്വപ്നം ഈ മദ്രസ പഠിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് പറ്റില്ല. അത് റൂം വാടകയിൽ തന്നെ, വാടക റൂം എടുത്ത് തന്നെ അവർ കഴിയണം. പക്ഷേ വാടക റൂമിൽ കഴിയാൻ പോലും ഈ 10-12,000 രൂപ സാലറി കൊണ്ട് സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ എത്രയാണ് ചിലവ് വരുന്നത്? ഹോസ്പിറ്റലിൽ കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ ഒരുപാട് ചിലവില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇവർ പാർട്ട് ടൈം ചെയ്യട്ടെ, 2 മണിക്കൂർ 3 മണിക്കൂർ പാർട്ട് ടൈം നിങ്ങൾ കൊടുക്കുമോ ജോലി? പാർട്ട് ടൈം നാട്ടിൽ, സ്വന്തം നാട്ടിൽ അവർക്ക് തന്നെ പണിയില്ല, പിന്നെ എങ്ങനെ അവർ പാർട്ട് ടൈം പണി ചെയ്യാൻ റെഡിയാണ്? ആര് ജോലി കൊടുക്കും? നിങ്ങൾ ജോലി കൊടുക്കുമോ? ഈ കമന്റ് ചെയ്ത ആൾക്കാർ. മിനിമം 15,000 രൂപ സാലറി എല്ലാ ഉസ്താദന്മാർക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു ഉസ്താദ് ഇന്നത്തെ കാലത്ത് നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വരില്ല. ഏറ്റവും വലിയ വിജ്ഞാനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനാണ്. അത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കും. നമ്മളെ പോലത്തെ ഒരു ഉസ്താദ് ഇപ്പോൾ ഇമാം നിൽക്കാൻ അവിടെ ഒരു ദിവസം അവധിയായാൽ ആരെങ്കിലും ഇമാം നിൽക്കാൻ ധൈര്യപ്പെടുന്നുണ്ടോ? എങ്ങനെ? ഒരു യാസീന് പോലും മനപ്പാടമാക്കാൻ കഴിയാത്ത ആൾക്കാരാണ് എഞ്ചിനീയർ, ഡോക്ടർമാരൊക്കെ വലിയ എഡ്യൂക്കേഷൻ. അവർക്ക് ഒരു യാസീന് ഇതുവരെ മനപ്പാടമാക്കാൻ എത്ര ആൾക്കാരുണ്ട്? അവിടെയാണ് ഉസ്താദ്മാർ. അവർ വാല്യൂ കൊടുക്കേണ്ട ആൾക്കാരാണ്. അവർക്ക് ഈ 10-12,000 രൂപ കൊടുത്തിട്ട് കളയേണ്ട ആൾക്കാരല്ല. 15,000 രൂപ മിനിമം എല്ലാ ജമാഅത്തിലും കൊടുക്കണമെന്ന് ദൃഢനിശ്ചയം എടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഉസ്താദ്മാർ, മദ്രസ അധ്യാപകർ എല്ലാ വിഷയവും ചർച്ച ചെയ്യാനും നാട്ടിൽ എല്ലാവർക്കും സമയമുണ്ട്. പള്ളി മിനിക്കാനും, കോടികൾ പൊടിക്കാനും, കല്യാണം അയക്കാനും. ഉസ്താദിന്റെ വിഷയം വരുമ്പോൾ ആർക്കാരും അവർക്ക് 2 മണിക്കൂറല്ലേ, 3 മണിക്കൂറല്ലേ? അവർ അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ. പിരിവിന് ഗൾഫിലേക്ക് വന്നാൽ ഒളിക്കുന്ന നാട്ടുകാരനെ വിളിക്കുന്നത്, അവരെ പിരിവുകാരാക്കുന്ന തന്നെ നാട്ടുകാരനെ. 15,000 സാലറി, 10,000 മുകളിൽ കുറവ് സാലറി ഉള്ള ഏതെങ്കിലും മദ്രസ അധ്യാപകർ അവിടുന്ന് രാജിവെച്ചിട്ട് ആ പണി മതിയാക്കിയിട്ട് നിങ്ങൾ ഗൾഫിലേക്ക് വേറെ ഏത് കൂലിപ്പണിക്കാർക്ക് തന്നെ 15,000 രൂപ മിനിമം കിട്ടുന്നുണ്ട്. പിന്നെ ഇത്രയും വിജ്ഞാനം അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന നമ്മളെപ്പോലെ കുട്ടികൾ, നമ്മളൊക്കെ മദ്രസ പഠിപ്പിച്ച, ആദ്യാക്ഷരം പഠിപ്പിച്ച, ദീന് പഠിപ്പിക്കുന്ന, നമ്മളെ മക്കളെ ഉമ്മയുപ്പയെ ബഹുമാനിക്കണം, നിസ്കരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഇവർക്ക് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കേണ്ടത് ഇവർക്കായിരുന്നു ആക്ച്വലി. പക്ഷേ അത് പറ്റാത്ത സ്ഥിതിക്ക് ഒരു 15,000 രൂപ മിനിമം കൊടുക്കുന്ന രീതിയിലേക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇൻഷാ അല്ലാഹ്, നമ്മൾ പ്രവാസികൾ, നമ്മൾ അങ്ങനത്തെ ഒരു വരുമാനം നമ്മളെ നാട്ടിൽ മദ്രസകൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും പ്ലാനിങ് ചെയ്ത് അവരവരുടെ ജമാഅത്തിലുള്ള യുവത്വങ്ങൾ ഇൻഷാ അല്ലാഹ്, ഞങ്ങളുടെ ജമാഅത്തിലുള്ള ഉസ്താദ്മാർക്ക്, മദ്രസ അധ്യാപകർക്ക് 15,000 മിനിമം ഞങ്ങൾ കൊടുക്കും എന്ന് നിശ്ചയം, അതിനുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. കൂലി അല്ലാതെ കിട്ടും. വെറും സാലറി മാത്രമല്ല, അതൊരു നമ്മൾ കൊടുക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തനമാണ്. ഒരുപാട് കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ ഇന്ന് ആൾക്കാരുണ്ട്. ഫോട്ടോയിൽ വരാൻ, അതിൽ വരാൻ. പക്ഷേ ഉസ്താദ്മാരുടെ വിഷയത്തിൽ ആർക്കും എല്ലാം കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മദ്രസ പണി മതിയാക്കിയിട്ട് ഇപ്പോൾ ആൾക്കാരല്ല ഗൾഫിലേക്ക് അവിടെ ഇവിടെ പോയി. ഇപ്പം തക്കമുള്ള ആരും ഇല്ല. എങ്ങനെ വരാനാണ് പോയി? ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ബർക്കത്തുണ്ട്, ശരി തന്നെ. പക്ഷേ ഇന്നത്തെ കാലത്ത് 1 ലക്ഷം ഉള്ള ആൾക്കാർക്ക് പോലും പൈസ തികയാത്ത സമയത്ത് 10-12,000 കിട്ടുന്ന ആൾക്കാർ, ഉസ്താദ്മാർക്ക് ബർക്കത്ത് ലഭിക്കുന്നത്, അത് ബർക്കത്തുണ്ട്, ശരി തന്നെ. പക്ഷെ ഒരു വീടിന്റെ വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ രോഗത്തിന്റെ വിഷയം അവർ പെടുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട്, ആൾക്കാരുടെ മുന്നിൽ കൈ നീട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഉസ്താദ്മാർ ഒരിക്കലും കൈ നീട്ടുന്ന ഒരു അവസ്ഥയിലേക്ക്